നമസ്കാരം ചേട്ടായി. ഹലോ. അപ്പോൾ ഇന്നിപ്പോൾ ചേട്ടായുടെ ഒരു കൃഷി രീതികൾ ഒന്ന് മനസ്സിലാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ ചേട്ടാനെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സിജു. ഞാൻ താമസിക്കുന്നത് സേനാപതി പഞ്ചായത്തിലെ കാന്തിപ്പാറ എന്ന സ്ഥലത്താണ്. എനിക്ക് കൃഷി സ്ഥലം ഉള്ളത് അയ്മരി പഞ്ചായത്തിലെ ഇടമറ്റ എന്ന സ്ഥലത്തും പിന്നെ കാന്തിപ്പാറയാണ്. ഓക്കെ, എത്ര ഏക്കറുണ്ട് മൊത്തം? ഞാൻ ഏലകൃഷി ചെയ്യുന്ന 4 ഏക്കർ സ്ഥലത്താണ്. 4 ഏക്കർ. ഈ ഏലകൃഷി കൂടാതെ മറ്റ് കൃഷികളുണ്ടോ? ഇപ്പോൾ മെയിനായിട്ട് ഏലമാണ്, പിന്നെ കുരുമുളക്, ഏത്തവാഴ, ജാതി അങ്ങനെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എല്ലാവരും സമ്മിശ്രമായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇടമറ്റത്തെ കൃഷിയിടത്തിലാണ്. അപ്പോൾ ചേട്ടാ, ഏലകൃഷിയെ സംബന്ധിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ തവണ എത്ര വിളവ് എടുത്തിട്ടുണ്ട്? ഈ തവണ ഞാൻ ഇത് 5 റൗണ്ട് ഏലക്കായ എടുത്തു പോയ ചെടികളാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസം ലാസ്റ്റ് വീക്കാണ്, 27-ാം തീയതി. ഓക്കെ, അപ്പോൾ നമുക്ക് ചേട്ടയുടെ ഒരു കൃഷി അറിവ് നമ്മുടെ കർഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ മഴയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സമയത്തും അതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ മണ്ണൊരുക്കങ്ങൾ പല രീതിയിൽ നടത്താറുണ്ടല്ലോ. ഏതൊക്കെ രീതിയിൽ ഏതെല്ലാം മാർഗങ്ങളാണ് നമ്മൾ അവലംബിക്കാറുള്ളത്? ഞാൻ നിലവിൽ പുതുമഴ പെയ്ത സമയത്ത് നിലവിൽ ചെടിക്ക് കുമ്മായവും മഗ്നീഷ്യം സൾഫർ കലക്കി ഒഴിച്ച് ചെടിയുടെ pH ഒന്ന് കൺട്രോൾ ചെയ്ത് അതിനുശേഷം നിമറ്റോഡിനുള്ള മരുന്ന് കൊടുത്ത് തുടർന്ന് ചെടിക്ക് ആവശ്യമായുള്ള വളങ്ങൾ, രാസവളങ്ങളും ജൈവവളങ്ങളും വെല്ലുവിളി വേപ്പിണ്ണാക്ക് ഉൾപ്പെടെ ജൈവവളങ്ങൾ കൊടുത്ത് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. 28 ദിവസം കൂടുമ്പോൾ നമ്മൾ 28 ദിവസത്തിനുള്ളിൽ നമ്മൾ ഒരു മരുന്ന് പ്രയോഗം നടത്തും. ഏലക്ക എടുത്ത് കഴിഞ്ഞിട്ടുള്ള സമയമാണെങ്കിൽ ആ കൂട്ടത്തിൽ ഒരു റൗണ്ട് പോളിയാർ കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് നിലവിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ എല്ലുപൊടി, വേപ്പിണ്ണാക്ക് ഇതൊക്കെ ഇത്രയും ഏക്കറിൽ ചെയ്തെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇപ്പോൾ ജൈവവളത്തിനൊക്കെയാണ് ഏറ്റവും കോസ്റ്റ് കൂടുതൽ. പക്ഷേ എങ്ങനെയാണ് ചേട്ടാ അത് ഹാൻഡിൽ ചെയ്തത്? ആ ഒരു ചിലവ് കുറഞ്ഞ രീതിയിലോ അല്ലെങ്കിൽ ഇത്രയും ഒന്ന് ഓടി എത്തിക്കാൻ വേണ്ടി? നമ്മൾ ഇപ്പോൾ ഏലക്കായ്ക്ക് അത്യാവശ്യം വിലയൊക്കെയുള്ള സമയം നമ്മളങ്ങനെ എക്സ്പെൻസ് നോക്കുന്നില്ല. നമ്മൾ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സാണ് മാക്സിമം ഉപയോഗിക്കുന്നത്. എല്ലുപൊടിയാണെങ്കിലും അത്യാവശ്യം നമ്മൾ പൗഡർ ഫോമിലുള്ള എല്ലുപൊടിയാണ് ഞാൻ ഉപയോഗിച്ചത്. നമ്മൾ ആസിഡ് ഉപയോഗിച്ച് പൊടിക്കാത്ത ഒക്കെ നോക്കി നമ്മളൊരു ഉറപ്പ് വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മൾ കമ്പനിക്കാർ ഗ്യാരണ്ടി പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചെടിക്കൊക്കെ ഉപയോഗിച്ച് നോക്കി നമ്മൾ വേര് കംപ്ലൈൻറ്റ് ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ വേനൽക്കാലത്ത് നമ്മുടെ ഈ ഒരു ഏരിയ നനയ്ക്ക് വെള്ളത്തിൻ്റെ സൗകര്യം എങ്ങനെയാണ്? ഇവിടെ നമുക്ക് അത്യാവശ്യം നനയ്ക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലമാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് ഉണക്കേക്കാതിരിക്കാനൊക്കെ ചെയ്യുന്ന മാർഗ്ഗങ്ങൾ? ഞാൻ നന്നായിട്ട് വെയിലടിക്കുന്നവർക്ക് നെറ്റ് കെട്ടി കൊടുക്കും. ബാക്കി നനച്ച് സംരക്ഷിക്കുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഒരു സാധാരണ കർഷകൻ്റെ ഒരു ആവറേജ് കൃഷി തോട്ടം ഇത്ര രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ ചേട്ടായിയുടെ തോട്ടം കണ്ടാൽ മനസ്സിലാവും, കണ്ടമാന ഹോർമോണുകളൊന്നും വാരി കോരി കൊടുക്കുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെ നമുക്ക് ലാഭമാണല്ലോ അല്ലേ? പിന്നില്ലേ, അതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ചിലവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ചിലവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുമായി കമ്പനികളൊക്കെ ഒത്തിരി പ്രൊമോഷൻ കൊടുക്കുന്ന മരുന്നൊന്നും മേടിക്കാതെ നമുക്ക് ആവശ്യം, ചെടിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നത് മാത്രം ഉപയോഗിക്കുക. നമ്മൾ ഓരോ മരുന്നിനെക്കുറിച്ച് അതിൻ്റെ കെമിക്കൽ നെയിം പഠിക്കുക. വളമാണെങ്കിലും അതിൻ്റെ അനുപാതവും പഠിക്കുക. പ്രൈമറി മൂലകങ്ങൾ, സെക്കൻഡറി മൂലകങ്ങളുടെ ആ ഒരു സ്റ്റെപ്പ്, അത്യാവശ്യം മൈക്രോ ന്യൂട്രിയൻസ്, ഇതൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് അതിന് ചെടിക്ക് ഉപയോഗിക്കുക സമയങ്ങളിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ കർഷകർക്ക് വേണ്ടിയിട്ട് 1-2 ടിപ്പുകൾ ചേട്ടൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു തരണം. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് വേര് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ ചേട്ടാ ഏത് മാർഗ്ഗമാണ് അവലംബിക്കുന്നത്? ഞാൻ ചെടിയുടെ pH കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം നിമറ്റോഡിനുള്ള മരുന്ന് കൊടുക്കുക. അതാണ് മെയിൻ. പിന്നെ വേരുപുഴു, മീലിബഗ് അങ്ങനെയുള്ള കീടാക്രമണത്തിൽ നിന്ന് ചെടീനെ രക്ഷിക്കുക. പിന്നെ നിലവിൽ ഞാൻ നിമറ്റോഡിന് കൊടുക്കുന്നത് വേലം പ്രൈം എന്ന കെമിക്കലാണ് മിക്കവാറും കൊടുക്കുന്നത്. അത് ഇപ്പോൾ ഈ സിങ്കിൻ്റെ വനീവ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ കൊടുത്തിട്ട് നല്ല റിസൾട്ട് കാണുന്നുണ്ട്. അതാണ് മെയിൻ കൊടുക്കുന്നത്. പിന്നെ എല്ലാവരും ഫ്യൂരിഡാനൊക്കെ ഉപയോഗിക്കുന്നത്. അത് മണ്ണിൻ്റെ ദോഷവും ഒക്കെ ആയതുകൊണ്ട് ഞാൻ അതും ഉപയോഗിക്കാറില്ല. ആദ്യമൊക്കെ തൈച്ചെടിയൊക്കെ ആയിരുന്നപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോൾ ചെയ്യാറില്ല. മെയിനായിട്ട് വേര് സംരക്ഷണം ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നീട് നമ്മൾ വളങ്ങളായിട്ട് കൊടുക്കുന്നതോ ഇതിന് ശേഷം? വളങ്ങൾ ചെടിക്ക് അത്യാവശ്യം ചോല കുറയ്ക്കുക എന്നുള്ളതാണ് മെയിൻ ആവശ്യം. ചോല കുറയ്ക്കുമ്പോൾ ചെടിക്ക് ചിമ്പാകും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫോസ്ഫറസ് കൂടിയ വളങ്ങൾ ആദ്യം കൊടുത്ത് ചിമ്പാക്കും. അതിന് ചെടിയുടെ നാരുകെട്ടിയൊക്കെ വരാൻ വേണ്ടി നമ്മൾ കാൽസ്യം അടങ്ങിയ വളങ്ങൾ കൊടുക്കും. പിന്നെ വളർച്ചയ്ക്ക് കായ്ക്കായിട്ട് പൊട്ടാഷ്, മഴയില്ലാത്ത സമയമാണെങ്കിൽ നൈട്രജൻ കൂടിയ വളങ്ങളൊക്കെ കൊടുത്ത് ചെടി സംരക്ഷിക്കും. നമ്മൾ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആക്കുന്നത്? അത് നമ്മൾ കൃഷി കാര്യങ്ങളൊക്കെ ഡോസേജ് നമ്മൾ അത്യാവശ്യം കടക്കാരായിട്ട് അവർ പറയും. അത് നമ്മൾ
നമുക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കുക നമ്മുടെ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഫ്രണ്ട്സിനോടൊക്കെ ചർച്ച ചെയ്യും, അവരിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ്. തീർച്ചയായിട്ടും ഒരു പറമ്പിൽ കൊടുക്കുന്ന ഡോസേജ് ആയിരിക്കില്ല തൊട്ടടുത്ത പറമ്പിൽ കൊടുക്കുന്നതായിരിക്കില്ലേ. പിന്നീട് നമുക്ക് ഇനിയിപ്പോൾ നല്ല രീതിയിൽ ചിമ്പടിപ്പിക്കാനായിട്ട് എന്തായിരിക്കും ചേട്ടാ ചെയ്തിട്ടുള്ളത്? ചിമ്പ് ഞാൻ ചോല വെട്ടി തെളിച്ച് കഴിഞ്ഞിട്ട് DAP പൊട്ടാഷ് കൊടുക്കും. അതിൻ്റെ ഒരു കോമ്പോ കൊടുത്താൽ മതി. DAP പൊട്ടാഷ് കലക്കി ഒഴിച്ച് അത്യാവശ്യം ചെടിക്ക് ചിമ്പാകുമ്പം നമ്മൾ CN മൾട്ടിക്ക് കലക്കി ഒഴിക്കും. അതിൻ്റെ അളവും കൂടെ ഒന്ന് പറയാം. CN ഞാൻ കൊടുത്തത് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിട്ട് 2 മാസമായി. CN 200 ലിറ്ററിന് 1/2 കിലോ 1.5 കിലോ CN-ഉം 1/2 കിലോ മൾട്ടിക്കയും ഹുമിക്കും കൂടെ കൂടിയാണ് ഉപയോഗിച്ചത്. അത് കലക്കിയിട്ട് എത്ര ലിറ്റർ ചെടിക്ക് കൊടുത്തു? ഒരു 10 ലിറ്റർ ചെടിയുടെ അളവനുസരിച്ച് ഒരു 8 ലിറ്റർ മുതൽ 10 ലിറ്റർ വരെ കൊടുത്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ചോദിക്കാൻ കാരണം ഇനിയിപ്പോൾ അടുത്ത സീസണിലേക്കൊക്കെ വരണമെങ്കിൽ ഇപ്പോൾ ഈ മഴ കിട്ടിയ സമയത്ത് ചിമ്പൊക്കെ കൂടുതൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ ഒരു കോമ്പോ ചേട്ടയ്ക്ക് എഫക്റ്റീവ് ആയിരുന്നില്ലേ? കുഴപ്പമില്ല. ഇപ്പോൾ ചെടിക്ക് ഒരു നല്ലൊരു പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ വെയിലിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഇപ്പം അത്യാവശ്യം ഇത് കായെടുത്ത് മാറിയൊരു തോട്ടമാണ്. ഞാൻ നിലവിൽ 5 റൗണ്ട് കായെടുത്ത് മാറിയ തോട്ടമാണ്. അപ്പോൾ ഇനി വേനൽ സീസൺ നല്ലൊരു ഉണക്ക് കഴിഞ്ഞ് നന്നായിട്ട് ചോല വെട്ടി ഇപ്പോൾ ചോല കുറച്ച് നിർത്തിയേക്കാണ്. ഇപ്പോൾ ചിമ്പായിട്ട് വേണം അടുത്ത സീസണിലേക്ക് നമുക്ക് ഉൽപ്പാദനത്തിലേക്ക് കൊണ്ടുവരാം. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ സമയം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി ചേട്ടായി. ഓക്കെ ഡെനിസ്. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ചേട്ടായിക്ക് ഒരു കോംപ്ലിമെൻ്റ് എന്നോണം ചെറിയ ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് തന്നിരിക്കുന്നത് ഫാർമേഴ്സ് അഗ്രോ രാജകുമാരി, നമ്മുടെ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു ഷോപ്പ്, അവരാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ചേട്ടായിക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എന്താണെന്ന് എനിക്കും അറിയത്തില്ല എല്ലാ സാധനങ്ങളും, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഫാർമേഴ്സ് അഗ്രോയിൽ നിന്നാണ് ഞാൻ അത്യാവശ്യം മരുന്ന് വളങ്ങളൊക്കെ എടുക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കണേ. ഓപ്പൺ ആക്കും. ഓക്കെ, ബയോസ്റ്റിമുലൻ്റ് ആണല്ലേ? ബയോസ്റ്റിമുലൻ്റ് എന്താണെന്ന് നോക്കാം. AG ഫാമിൻ്റെ AG ഫാമിൻ്റെ ഇത് പിങ്ക് പിഗ്മെൻറ്റേഷൻ ബാക്ടീരിയ, അതായത് മെത്തലോ ബാക്ടീരിയ ആണ്. ഓക്കെ അപ്പോൾ അത് ഈ ഒരു കമ്പനിയുടെ 500 ലിറ്റർ വെള്ളത്തിനുള്ള ഒരു മെത്തലോ ബാക്ടീരിയ ആണ് കേട്ടോ. അപ്പോൾ 500 ലിറ്റർ വെള്ളത്തിലേക്ക് ഇത് കലക്കിയിട്ട് സ്പ്രേ കൊടുക്കുക. അല്ലെങ്കിൽ മഴ പെയ്തു വന്നിരുന്നാലും മഴ കിട്ടിയതുകൊണ്ട് മെത്തലോ ഉപയോഗിക്കുന്നില്ലായിരുന്നു. മഴ ഇനിയിപ്പോൾ വെയിലാകുവാണെങ്കിൽ ഉപയോഗിക്കുന്നത്. എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് അവർ തന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ചേട്ടാ. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ഇനി കായൊക്കെ ഉള്ളപ്പോൾ ഞാൻ വരാം കേട്ടോ. ആയിക്കോട്ടെ.